വരാൻ പറഞ്ഞില്ല. നമസ്കാരം, ഞാനാണ് ഇവിടുത്തെ മാനേജർ പാർക്കിന്റെ സുഗതൻ. നമുക്കൊരു ചായ ഒക്കെ കുടിച്ച് മെല്ലനെ കറങ്ങല്ലേ? തന്റെ ചായ ഒന്നും വേണ്ട, ഞങ്ങൾ ഇൻസ്പെക്ഷന് വന്നത്. അതെ, ഞാൻ അല്ല ഞാൻ അതായത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുഴപ്പമില്ല, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പാർക്കാണ്. കണ്ടോ മാം, കണ്ടോ ആൾക്കാർക്കൊക്കെ മഴ നനയാതെ സുഖമായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ടെന്റ് ഉണ്ടായിരുന്നു. മഴ നനയാതോ? ഇത് ഗ്ലാസ് ഇടേണ്ടല്ലേ? ഇതൊരു മോഡലാണ്, ഇപ്പത്തെ പുതിയൊരു മോഡലാണ്. സത്യം ഞാൻ ഒരു കാര്യം പണ്ട് എനിക്കറിയില്ല, ഒരു ഭ്രാന്തനാണെന്നാ പറയുന്നത്. കാര്യമില്ലയോ? അതായത് ഈ ഗ്ലാസ് ഇല്ലാതെ ഇപ്പൊ മഴ നനയുന്ന ഒരു സ്റ്റൈൽ വന്നിട്ടുണ്ട്. ആ സ്റ്റൈല് നമ്മൾ കൊണ്ടുവരുവാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു പാർക്കിൽ കൊണ്ടുവരുന്നത്. ഇത് ഭയങ്കര സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാർക്കൊക്കെ ഞാനൊരു നല്ല മാനേജറാണ്, അവാർഡ് കിട്ടിയ മാനേജറാണ്. ഞാൻ നല്ലൊരു അവാർഡ് കിട്ടിയ മാനേജറാണ്, അങ്ങനെ പറയരുത്. അത് മനസ്സിലായി. നോട്ട് ചെയ്തോളാം. സൂപ്പറല്ലേ? നമുക്ക് അവിടത്തേക്ക് പോകാം. ഇത് കുട്ടികളൊക്കെ കളിക്കുന്ന പാർക്ക്. ഇവിടെ ഒരു പാർക്ക് നമ്മുടെ കേരളത്തിലില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ പറയുന്നത്. അത്രയും സൂപ്പർ ആയിട്ടുള്ള പാർക്ക്. ഒരു ഭ്രാന്തൻ എന്താ പറയാ, ഒരു എനിക്കറിയില്ല. രാവിലെ മുതൽ ഇവിടുന്ന് പാസും കയറുന്നുണ്ട്. മാം ഇത് കണ്ടു നോക്ക്, ഈ കമ്പിയൊക്കെ നോക്കൂ. എന്താ പോകണമെന്നറിയോ? എടാ, കുട്ടികൾക്കൊക്കെ നല്ല സേഫ്റ്റി ആയിട്ടാണോ ചെയ്തേക്കുന്നത്? സേഫ്റ്റി എന്ന് പറഞ്ഞാൽ 100% സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മാം ഒന്ന് നോക്കൂ. പറഞ്ഞില്ലേ ഇനി ഒന്നുമില്ല. വരും നമുക്ക് ഇനി അടുത്ത് നോക്കാം. വരും ഒരു ചായ കുടിക്കാം. വരും പണത്തരിയ. എന്ത് സുന്ദരമായ പൂക്കൾ, ആഹാ അല്ലേ? നോക്കൂ, ചിത്രശലഭങ്ങളൊക്കെ വന്നിട്ട് മധു നുകരുന്ന കാണുന്നില്ലേ? ഇത്രയും നല്ലൊരു പാർക്ക് എവിടെയും കണ്ടിട്ടുണ്ടോ? എന്തിനാണോ രണ്ടെണ്ണം അവിടെ വെച്ചേക്കുന്നത്? അത് അവര് കൊടുത്തോട്ടെ, അവര് സന്തോഷമല്ലേ? എടോ, അത് രണ്ടെണ്ണം എന്തിനാ അവിടെയാന്നാ ഞാൻ ചോദിച്ചു. രണ്ടെണ്ണം? ഇവൻ ഇവിടെയും വന്ന അതിലൊന്ന് ഇവിടുത്തെ പഴയ സ്റ്റാഫായിരുന്നു മാഡം. അത് പോകാറില്ലോ, ക്ഷമിക്കണം, അതെന്റെ തെറ്റല്ല. ഇവിടുന്ന് ഇവിടെ വരും ഒക്കെ. ബാക്കി ആ സരളൻ ചതിച്ച്. ആരുടെ സരളൻ? എന്റെ അച്ഛൻ. മാഡം, അത്രയും നല്ലൊരു പാർക്കാണ് മാഡം. വരൂ. അത്രയും ഒരുപാട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ നമ്പർ 1 പാർക്കാണ്. നമ്പർ 1 പാർക്ക്. എല്ലാം പൊളിഞ്ഞിടക്കി ഇവിടെ. കണ്ടില്ലേ ഈ ഒരു അറ്റ്മോസ്ഫിയർ നോക്കൂ. ജനങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇനിയും ദിവസം വന്ന ഇതൊരു പുതിയൊരു മോഡൽ നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കിയതാണ് സാർ. മാഡം പ്ലീസ്, ഇതൊരു പുതിയൊരു മോഡൽ അല്ല. ഇതെന്താ ഭഗവാനെ? ദിനേശ, ഓ എടാ മോനെ, ഇങ്ങനെ ഇത് ഇൻസ്പെക്ഷൻ വന്ന മാഡം. അല്ല എടാ, ഒന്ന് നോക്കടാ പ്ലീസ്. എനിക്ക് ഈ ഇലക്ട്രിക്കിന്റെ സംഭവം കഴിയില്ല, ഒന്ന് പറ. ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് അല്ലല്ലോ നിലവിൽ. എടാ, നിന്റെ കാല് ഞാൻ പിടിക്കടാ. ഒരു കാലം പിടിക്കും, ഞാൻ സ്റ്റാഫ് അല്ലല്ലോ. ദിനേശ പ്ലീസ്. എടാ, ഹലോ ദിനേശ, എടാ എന്നെ ഒറ്റക്കാക്കി പോകണടാ. ഇൻസ്പെക്ഷൻ മാഡം. എടാ വാടാ. എടാ രക്ഷപ്പെടുന്ന പാർക്കിൽ മേലെ കിടക്കുന്നത്.